സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ വേറെ ഒരു തലത്തിലോട്ട് തന്നെ പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് സുഹൃത്തുക്കളെ. പിന്നെ പറയുവാണെങ്കിൽ വേറെ കുറച്ച് കടിമൂത്ത കുറച്ച് ടീംസ് ഉണ്ട്. നമുക്ക് എല്ലാത്തിനും നമുക്ക് ഇന്നുള്ള എന്തായാലും കൊടുക്കാം. അപ്പോൾ ഒരു ലൈക്കും എന്തായാലും അടിച്ചേക്ക് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ഫേസ്ബുക്ക് അമ്മാവൻ. കുറച്ച് കടിമൂത്തതാ. ജോലിക്കും പോടാ, നിനക്ക് 10-25 വയസ്സായില്ലേടാ. ഒരു സെൽഫി ക്യാമറ രാവിലെ എണീച്ച് ഓണാക്കി സ്വന്തമായിട്ടൊരു അമ്മാവന് ഇരുന്ന് പറയുക. ഈ പറയുന്ന അമ്മാവന് മാസം മാസം പെൻഷൻ ഉണ്ട്. നമുക്കോ യൂട്യൂബർ ഇന്നത്താര യൂട്യൂബർ. ഞാൻ എങ്ങനെ പോയി തപ്പാന്? ഈ നടുക്കിരുന്ന് ചിരിക്കുന്ന അമ്മച്ചിയാണ് യൂട്യൂബർ. സൂപ്പർ ആയിട്ടുണ്ട്. എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ടീം ദീപം കൂട്ടുകാരെ, ഞാൻ സുമതി. എന്തായാലും ടീം ദീപത്തിന്റെ പോക്ക് എന്തായാലും നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കുക. പക്ഷെ പോകുന്ന വഴി വല്ല വെള്ളത്തിൽ വല്ല തേങ്ങ വല്ലതും കാണുവാണെങ്കിൽ എടുക്കാൻ നിൽക്കല്ലേ. പിന്നെ എല്ലാം കൂടെ പിന്നെ വെള്ളത്തിനകത്ത് പോകും. അടുത്ത ദിവസം പത്രത്തിനകത്ത് ന്യൂസിനകത്ത് എല്ലാം കാണാം. യൂട്യൂബറും ടീംസും എല്ലാം കൂടെ വെള്ളത്തിൽ വീണ് മരിച്ചെന്ന്. നമസ്തേ, എല്ലാവർക്കും എന്റെ വിഷുദിന ആശംസകൾ നേരുന്നു. ചേച്ചി തെറ്റിപ്പോയി. വിഷുവിന് കണിക്കൊന്നയാ, സൂര്യകാന്തി അല്ല. ഇത് കണ്ടിട്ട് മറ്റേ കുടുംബശ്രീയുടെ വാർഷികത്തിന് കളിക്കാൻ പോകുന്നവരുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കും. ഒരു വിളക്കെടുത്ത് തലയിലിട്ട് വെച്ച് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് വീഡിയോ ക്യാമറ ഉണക്കി ഒരു പാട്ട് കൂടിയിട്ട് റീലിട്ട് കഴിഞ്ഞാൽ സെറ്റ്. കാണടി, അന്നൊന്ന് കാണടി, ഒന്ന് കാണുന്നു. ഇപ്പൊ കാണിച്ചു തരാം. അയ്യോടി, എന്റെ മോൻ മേടിച്ച TV അവൻ കേബിളിന് പൈസ അടയ്ക്കുന്നു. അപ്പൊ ഞാൻ കാണൂടി, നീ അല്ല കാണേണ്ടത്. പിന്നീട് എന്നാ ഒന്ന് കാണും. പിന്നെ അവനിപ്പൊ വന്നങ്ങനെ മൂക്കി കെട്ടി പൊടിയിടും. ഇതൊക്കെ ആരുടെ എടുത്ത് ഇൻസ്റ്റയ്ക്കകത്ത് പോസ്റ്റ് ചെയ്യുന്നത്? കാണടി, അന്നൊന്ന് കാണടി, ഇപ്പൊ കാണിച്ചു തരാം. അയ്യോടി, എന്റെ മോൻ മേടിച്ച TV അവൻ കേബിളിന് പൈസ അടയ്ക്കുന്നു. അപ്പൊ ഞാൻ കാണൂടി, നീ അല്ല കാണേണ്ടത്. പിന്നീട് എന്നാ ഒന്ന് കാണും. പിന്നെ അവനിപ്പൊ വന്നങ്ങനെ മൂക്കി കെട്ടി പൊടിയിടും. ഈ ശ്രീകൃഷ്ണനെ കണ്ടിട്ട് ഒരു കടന്തൽ വന്ന് കുത്തിയ പോലെ ഇല്ലയോ? എല്ലാ ആവശ്യങ്ങൾക്കും മിഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ ആവശ്യങ്ങൾക്കും ഇലക്ട്രോണിക് സൈഡ് എന്ത് ആവശ്യങ്ങൾക്കും മിഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വാണം അടിക്കാനും കൂടെ ഒരു മിഷൻ കണ്ടെത്തിക്കൂടെ? അന്നേരം നല്ലൊരു കാര്യമല്ലേ? നിങ്ങൾ കമന്റ് ചെയ്യുക ഇതിനുള്ള. ചുരുക്കം പറഞ്ഞ് ഇവനെ സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു കഴിവില്ല. അടിക്കാൻ വേണ്ടി മെഷീൻ ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. എടാ ഇവനെയൊക്കെ എന്തോ ചെയ്യണോടാ? മുകളിൽ നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ ഭൂമി എന്ന ഇത് രണ്ടിന്റെ നടുവില് ഒരു സംഭവമുണ്ട്. ആർക്കെങ്കിലും അറിയോ? അറിയുന്നവര് കമന്റ് ചെയ്യും. അതിന്റെയൊക്കെ നടുക്ക് എന്താന്ന് വെച്ചാൽ ഒരു ഓറഞ്ച് തൊപ്പിട്ടൊരു മരമാണ് നടുക്ക് നിൽപ്പുണ്ട്. ആരാടാ ഇതൊക്കെ? ഇവിടെ ഏറ്റവും ബാക്കിൽ ഒരു പൈനാപ്പിൾ നിൽക്കുന്നു. ഒരു കാലത്ത് ഇവന്മാരെ ടിക്ടോക്കിൽ ആരൊക്കെയായിരുന്നു, പക്ഷെ പുറത്തിന് അനക്കം പോലും ఇల్ల. ఇదొക്കെ എന്ത് ചെയ്യാനോ ഉണ്ടോ ఇల్లి ఆర్కరియా. అవును, నీ పేరేంటి? ఏం చేస్తుంటావు? ఇంకా నా పేరు చెప్పలేదు. చెప్పు. సిద్ధు. బాగుంది. నా పేరు అడుగు. నీ పేరేంటి? హాసిని. బాగుంది కదా? ഇട്ടി ഇവന്റെ അമ്മ ഇവന്റെ അടുത്ത് പറഞ്ഞു, മോനെ 1 കിലോ മീൻ മേടിച്ചോണ്ട് വരും. ഇവന്റെ ഒരു കട തന്നെ മേടിച്ചോണ്ട് വന്ന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തേക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ വലിയ സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല. അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾ പറഞ്ഞു, എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ കണ്ടന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് ഇൻസ്റ്റയിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി. കണ്ടന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഇൻസ്റ്റയിലെ ലിങ്കും കാര്യങ്ങളും ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ അടുത്തൊരു ബെല്ല് വരും, അതുകൂടി ഞെക്കി എന്തായാലും ഓൾ ആക്കി വെച്ചേക്ക്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.